ഭരിക്കണം. ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഭരിക്കണമെന്ന് തോന്നിയാ നിന്റെ കൂടെ കിടക്കണം നിന്റെ പെണ്ണുമ്പിള്ളയല്ലേ, അവളെ റൂമിനകത്ത് കയറ്റിയിരുത്തിയിട്ട് ഭരിക്കണം, അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറുന്നു. പിന്നെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ അവനെ ഭരിക്കും. അല്ലാതെ ഉപ്പാനെ ഉമ്മാനെയും നീ ഭരിക്കാനായിട്ടില്ല. എത്ര വളർന്നാലും എവിടെ എത്തിയാലും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാ ഉമ്മമാരുടെ അവസ്ഥ ഉമ്മാടെ ജോലി എന്തെന്നറിയും. ഉമ്മ പിന്നെ വലിയ ജോലിക്കാരിയാ. പാപ്പാടെ കൂടെ ജീവിക്കുമ്പോ ഉമ്മ ജോലിക്ക് പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉമ്മ ജോലിക്കാരി. എന്തെന്നറിയോ, ഇവൻ ഗൾഫിലൊക്കെ പോയി. ഉമ്മ ചോദിച്ചു, മോനെ എനിക്ക് ഗൾഫ് നാടൊന്ന് കാണണം, കൊണ്ടുപോയില്ല ഉമ്മ. വിസ ഒന്നും കിട്ടത്തില്ല, അല്ലോ റൂമൊന്നും ഇല്ല, ഭയങ്കര പൈസയാ. അവസാനം പെണ്ണ് കിട്ടി. പെണ്ണുമ്പിള്ള അങ്ങോട്ട് പെണ്ണ് കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ പെണ്ണുമ്പിള്ള. അപ്പൊ വിസ എവിടെ നിന്ന് വന്ന് റൂം എവിടെ പോട്ടെ, പിന്നെ ഭാര്യയാണല്ലോ, കൊണ്ടുപോകണം, കൊണ്ടുപോട്ടെ, കുഴപ്പമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ വിസ റെഡി ആയിട്ടുണ്ട്. ഉമ്മായിക്കും അള്ളാണ. ഉമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അയൽവാസികളോട് പറയാൻ തുടങ്ങി, മക്കബറയിലൊക്കെ പോയി ദുആ ചെയ്യാൻ തുടങ്ങി. മോൻ ഗൾഫിൽ കൊണ്ടുപോകല്ലേ. അങ്ങനെ പാപ ഇവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞ് ഗൾഫിൽ പോയി. കോഴിക്കോട് നിന്ന് കണ്ണൂരിൽ നിന്ന് കയറി ഫ്ലൈറ്റിൽ കയറി അങ്ങ് ചെന്നു. അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ മകൻ വണ്ടിയും കൊണ്ടുവന്ന് ഉമ്മാനെ വിളിച്ചു ഫ്ളാറ്റിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോഴാ തള്ളയ്ക്കൊരു കാര്യം മനസ്സിലായത്. ഇവൻ സ്നേഹം കൊണ്ടൊന്നും കൊണ്ടുപോയതല്ല, ഇവന്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കാറായി, പ്രസവം എടുക്കാൻ കൊണ്ടുപോയതാ. കാരണം ഇതാ, ഇന്ന് ശരിക്കൊന്നും വേണ്ട, സത്യമിതാ. കാരണം വേറെ ഒരുത്തിയെ വിളിച്ചു നിർത്തി അവള് ചോദിക്കും 50,000 60,000 കൊടുക്കണം. അവള് പോകുമ്പോ ഹജ്ജിന് പോകുന്നവനെ യാത്രയാക്കണ പോലെ ആക്കണതാ. എടാ 40 ദിവസം ജോലിക്ക് വരുന്ന പെണ്ണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരും. എന്തെന്നറിയോ, ഭയങ്കര ഡിമാൻഡാ. അവര് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പ്രവാസി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് പോലെ ലഗേജ് കെട്ടി കൊടുത്തുവിടണം അങ്ങോട്ട്. 50,000 രൂപ. ഈ തള്ളയ്ക്കാകുമ്പോ തിന്നാൻ വല്ലതും കൊടുത്താൽ മതി. ഫ്രീ സർവീസ്. ഉമ്മയുടെ ജോലി മക്കളുടെ പേരെടുക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല ഉള്ളത് പറയുമ്പോ, പക്ഷെ പറയാൻ ഒരു മടി എനിക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പ പിന്നെ നല്ല ജോലിയേട്ടാ. വാപ്പ പിന്നെ ഡീസന്റാ. വാപ്പയുടെ ജോലി എന്താ? കരിങ്കല്ലത്താണെങ്കിൽ നല്ല ഒരു വീട് കെട്ടിയിട്ടിട്ടുണ്ട് നിന്റെ മോൻ. അവിടെ പെണ്ണും പിള്ളയും മക്കളും മാത്രമേ ഉള്ളൂ. മോൻ വിളിച്ചിട്ട് പറയും, ഉമ്മ വാപ്പാടത്ത് വിളിച്ചിട്ട് പറയും, വൈകിട്ടൊന്ന് കാവലിടക്കാൻ പോണേന്ന്. ATM കാവലിരിക്കണമല്ലേ. വാപ്പാടെ ജോലി എന്തെന്നറിയാ? എടാ അവന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും വീടിന് കാവല് കിടക്കൽ. വയസ്സാം കാലത്ത് പെണ്ണും പിള്ളയുടെ കൂടെ കിടക്കാൻ വിടൂല മക്കള് അല്പക്കലുണ്ടെങ്കിൽ. എടാ സ്വന്തം പെണ്ണും പിള്ളയുടെ കൂടെ പ്രായമാകുന്ന കാലത്ത് വാപ്പയും ഉമ്മയും താങ്ങും തടവാകേണ്ട ഭാര്യയും ഭർത്താവും ആ പ്രായമാകുന്ന കാലത്ത് കൂടെ കിടക്കാൻ പറ്റൂല. അപ്പോഴും പറയാം അപ്പുറത്ത് പോയി കിടക്കാൻ. ഇതാ അവസ്ഥ. വാപ്പാടെ ജോലി ഇതാ. എന്റെ പൊന്നു മക്കളെ നേരെ ചൊവ്വ ജീവിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ കൊച്ചു കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിന്റെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഉമ്മാടെ മുന്നിൽ ഉയരും. വാപ്പായെക്കാളും വലിയ ആളാവും നീ. വാപ്പായെക്കാളും നിനക്കിങ്ങനെ ഉമ്മാടെ മുന്നിൽ കയർക്കുന്ന മക്കളുണ്ട് അല്ലേ? പണ്ടൊക്കെ ഈ താത്താമാരൊക്കെ ഒന്ന് ആലോചിക്കേ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കും സ്കൂള് വിട്ട് വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ പറയും, മോളെ അമീന കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കുന്നത് ആ പയ്യൻ. ഒരൊറ്റ കരച്ചില, ഉമ്മ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണല്ലോ. വിളിയും ബഹളവും. വാപ്പ പറയും, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ മിണ്ടൂല, കഴിഞ്ഞു. എന്നാ ഇന്ന് 18 വയസ്സുകാരി വീട്ടിൽ പോയിട്ട് ആ വാപ്പാനോട് പറയും, വാപ്പ ഞാനൊരു ചേട്ടനെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചു തരണം. ഞാനൊരു